ഹലോ, നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈദിൻ്റെ അവധി ദിവസം തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ രാവിലെ എന്ന് പറയുന്നത് പപ്പായുടെ അവധി ദിവസമാണ്. അപ്പോൾ ഒരു 3-4 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു ലോങ് ഹോളിഡേ അല്ലേ. അപ്പൊ ഇന്ന് രാവിലെ സമയം ഏകദേശം ഒരുപാട് നേരമായി. ഞങ്ങൾ 7 days. എന്തൊക്കെയാ പരിപാടി നമ്മുടെ 7 days? ഞങ്ങള് കൊറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. കൊറേ വെളിയിലൊക്കെ പോയി കറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ മനസ്സേ. അപ്പൊ എന്താണെങ്കിൽ അതൊക്കെ നമ്മൾ കറങ്ങാൻ പോകുന്ന ഒക്കെ നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മുടെ ആളുകളിലേക്കൊക്കെ എത്തിക്കും അല്ലേ നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ചെറിയൊരു ജസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക മോർണിംഗ് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മുടെ പൊന്നുസുധ ഇവിടെ ഉണ്ട്, പപ്പ ഇവിടെ ഉണ്ട്. നമ്മുടെ കുട്ടൂസിനെ കാണുന്നില്ല. കുട്ടൂസ് രാവിലെ അടുക്കളയിൽ നല്ല പരിപാടിയാണ്. അപ്പോൾ എന്താ ഇന്ന് രാവിലത്തെ നമ്മുടെ ഫുഡ് എന്താണെന്ന് നോക്കിയാലോ. അല്ല പൊന്നുസേ, അമ്മ എന്തുണ്ടെന്ന് നോക്കിയാലോ. പൊന്നുസേ എന്താ പരിപാടി? പൊന്നുസേ ദോശയാണല്ലേ ഇന്ന് രാവിലെ? ദോശക്ക് കറിയോ? ദോശക്ക് കറി തന്നെ കടലക്കറിയും ദോശ. അപ്പൊ നമ്മുടെ കുട്ടൂസ് കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് ദോശയാണ്. ദോശയുടെ പരിപാടിയിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയാലോ? വന്നാൽ നമുക്കൊരു ചോറാക്കാമായിരുന്നു. ചോപ്പ ഉണ്ടാക്കാം. ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ എഴുന്നേറ്റപ്പോ ഒരു നേരമായി. നല്ല സൂപ്പർ ദോശയാണല്ലോ അല്ലേ. ശരിക്കും നമ്മുടെ ഈ ദോശമാവുണ്ടല്ലോ, ദോശമാവ് നമ്മുടെ ഇവിടുത്തെ റെഡിമെയ്ഡ് ദോശമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ റെഡിമെയ്ഡ് ഒക്കെ വാങ്ങിക്കും കൂട്ടൂസേ. അത്യാവശ്യ ഘട്ടങ്ങളില് നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാറുണ്ട്. ഓ, അപ്പൊ ഇത് എല്ലായിടത്തും വാങ്ങി തുടങ്ങി സാധനങ്ങളൊക്കെ റെഡിമെയ്ഡ് അല്ലേ. ഞാനോടത്ത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എപ്പോഴും നല്ല നമ്മുടെ ഫ്രഷ് ദോശയൊക്കെ അരയ്ക്കും. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോ ഞാൻ മേടിക്കായിരുന്നു. വള്ളിക്കാലയിലായിരുന്നു സമയത്ത് 3-4 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. ആണല്ലേ. കുഞ്ഞ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ആണല്ലേ. ഓ ശരി. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഐഡിയൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നമ്മുടെ ദോശമാവിന്റെ പാക്കറ്റ് ഒന്ന് കാണിച്ചാലോ? നമ്മളതിൻ്റെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ 3-4 പ്രാവശ്യം. ആദ്യം നമ്മൾ നെല്ലറയായിരുന്നു വാങ്ങിച്ചോണ്ടിരുന്നത്. അത് നല്ലതായിരുന്നു. ഇവിടെ താഴെ കടയിൽ നെല്ലറ കിട്ടാനിപ്പോ നമ്മൾ വാങ്ങിച്ചതായത്. പക്ഷെ നല്ല ടേസ്റ്റ്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ്. മൂന്നാമത്തെ പ്രാവശ്യം നല്ലതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ പൊന്നൂസ് ദോശയൊക്കെ ഉണ്ടാക്കട്ടെ. പക്ഷെ പൊന്നൂസ് മാത്രമൊന്നും അല്ല കേട്ടോ, ഞാനും കുക്ക് ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ. ഞാൻ പൊന്നൂസിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ പൊന്നൂസേ അല്ലേ. പപ്പ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞു കൊടുത്തേ. പപ്പ എല്ലാം ചെയ്യും, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഈക്വൽ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഈക്വൽ ഒന്നുമല്ല, ചിലപ്പോ ഉള്ള സമയത്തെല്ലാം എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാം. നമുക്ക് തോന്നുന്ന സമയത്തെല്ലാം ചെയ്യും. ചില സമയത്ത് കുക്ക് ചെയ്യാനാണെങ്കിൽ കുക്ക് ചെയ്യും, പാത്രം കഴുകാനാണെങ്കിൽ പാത്രം കഴുകും, തുണി കഴുകാനാണെങ്കിൽ തുണി കഴുകും അല്ലേ. എല്ലാം ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലേ, ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊന്ന് കഴിക്കട്ടെ രാവിലത്തെ. അപ്പൊ ഇനി നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് കാണാം അല്ലേ. ഓംലെറ്റ് വേണോ? ഓംലെറ്റ് ഒപ്പം ഉണ്ടാക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ ഇത്ര വലിയ സമയം എടുക്കും. വളരെ സിമ്പിൾ ആയിട്ട് അല്ലേ. ഇപ്പോൾ ഒരു ഓംലെറ്റ് കൂടെ ഉണ്ടാക്കട്ടെ. ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം നമുക്ക്. അപ്പം നല്ല അടിപൊളി ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. അടിപൊളി ഓംലെറ്റ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മള് ദോശയും കടലയും
ഒക്കെ റെഡിയായി. ദോശയും കടലയും പിന്നെ ഓംലേറ്റും ഒക്കെ റെഡിയായിട്ട് ഞങ്ങള് ഫുഡ് കഴിച്ചു തുടങ്ങി അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് ഞാൻ മുട്ട എടുത്ത് കടലക്കറിയിൽ ഊക്കി തിന്നു. നല്ല സൂപ്പറാ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലേ? ദോശമാവ് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടൂസിന്റെ കടലക്കറി സൂപ്പർ. കടലക്കറി സൂപ്പർ. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഞങ്ങള് അവധിയൊക്കെ ആയി കഴിഞ്ഞാലുള്ള ഒരു ദിവസം രാവിലെ ഇതാണ് പരിപാടി. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം രാവിലത്തെ സ്റ്റാർട്ടിങ്. ശരിക്കും എനിക്കൊരു ഒരാഴ്ചത്തെ അവധിയുണ്ട്. എന്താ പ്ലാൻ? നമ്മുടെ ഒരാഴ്ച പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്തിട്ടില്ല. കുറെ കറങ്ങാൻ പോകണമെന്നുണ്ട്. കുട്ടൂസ് പറയുന്നുണ്ട്, പൊന്നൂസിന് ക്യാമ്പിങ്ങിന് പോകണമെന്ന്. അപ്പൊ എന്തായാലും നമ്മൾ കുറെ ഔട്ട് സൈഡൊക്കെ കുറെ കറങ്ങും. കുറെ കറങ്ങുന്നതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ കൂട്ടുകാരിലേക്ക് നമുക്ക് എത്തിക്കാം അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം അല്ലേ? സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നടത്തുകയാണേ. അപ്പൊ നമ്മൾ വെളിയിലേക്ക് പോകുന്ന വീഡിയോയും പിന്നെ നമ്മുടെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യും. അപ്പൊ അതെല്ലാം നിങ്ങൾ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ മിസ്സാകാതെ എത്തുന്നതായിരിക്കും. അപ്പൊ എന്താണ് തൽക്കാലം ഈ വീഡിയോ ഞങ്ങൾ നടത്തുകയാണേ. നടത്തിയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലെ? നല്ല വിശപ്പുണ്ട്, നല്ലോണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മൂഡിലാണ്. അപ്പൊ എന്താണെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.